തിരുവനന്തപുരം കാട്ടാക്കടയിൽ ചികിത്സയിലിരുന്ന 2.5 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന മാനേജ്മെന്റ് കുഞ്ഞിന് ആവശ്യമായ ചികിത്സ നൽകിയിരുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ കുഞ്ഞിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിശദീകരണം. കുഞ്ഞിന് ഇഞ്ചക്ഷൻ നൽകിയ ശേഷം കുഴഞ്ഞു വീണതായിരുന്നു എന്ന് കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ഇഞ്ചക്ഷൻ നൽകിയിട്ടില്ല എന്നും രക്തസാമ്പിൾ ശേഖരിച്ചതിനെ കുടുംബം തെറ്റിദ്ധരിച്ചത് ആണ് എന്നും ആശുപത്രി അധികൃതർ വിശദീകരിച്ചു. പലയിടത്തും ഈ കുട്ടിയെ SITക്ക് റെഫർ ചെയ്തിട്ടുണ്ട്, ഇവർ പോയിട്ടില്ല. എന്നിട്ട് ഞാൻ കാണുമ്പോൾ ഈ കുട്ടിക്ക് നല്ല ശ്വാസമുട്ടലാണ്. നേരെ കാഷ്വാലിറ്റിയിലോട്ട് വിട്ടു. കാഷ്വാലിറ്റിയിൽ വിട്ടിട്ട് ബ്യൂഡിക്കോർട്ട് എന്നുള്ളൊരു നെബുലൈസേഷൻ മാത്രമേ ഈ കുട്ടിക്ക് എടുത്തിട്ടുള്ളൂ. ബ്യൂഡിക്കോർട്ട് നെബുലൈസേഷൻ. ആ നെബുലൈസേഷൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു സംഭവം പന്തിയല്ല, അച്ഛന് ഞാൻ റെഫറൻസ് ലെറ്റർ SITക്ക് എഴുതി കൊടുത്തു. ഇത് കഴിഞ്ഞ് നെബുലൈസേഷൻ കഴിഞ്ഞ് ഏതാനും സെക്കൻഡ്സിനകം കുട്ടി കൊളാപ്സ് ചെയ്യുകയാണ്. കൊളാപ്സ് ചെയ്തപ്പം ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഞാൻ, ഡോക്ടർ അച്ചു, പിന്നെ എമർജൻസി മെഡിസിൻ്റെ ഡോക്ടർ, ഞങ്ങൾ 3 പേരും കൂടെ കുട്ടിയെ റിസസിറ്റേറ്റ് ചെയ്യുകയാണ്. CPR കൊടുത്തു, ഇൻറ്റുബേറ്റ് ചെയ്തു, എൻഡോട്രക്കിയൽ ട്യൂബ് വഴി ബാഗ് ചെയ്തു. എന്നിട്ട് ക്യാനിലിട്ടിട്ട് അഡ്രിനാലിനുള്ള ഇഞ്ചക്ഷൻ ലൈഫ് സേവിങ് ആയിട്ട് കൊടുത്തു. ഈ അഡ്രിനാലിനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തത് കൊളാപ്സ് ചെയ്തതിന് ശേഷമാണ്, അതിന് മുമ്പല്ല കൊടുത്തത്. അല്ലാതെ വേറെ ഒരു ഇഞ്ചക്ഷൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടില്ല. ബ്ലഡ് എടുത്തപ്പോൾ പോലും കുഞ്ഞ് കരഞ്ഞിട്ടില്ല. അത്രത്തോളം സിക്കായ കൊച്ചിനെ ഒരു പ്രാവശ്യം ഒരു കയ്യിൽ അറ്റംപ്റ്റ് ചെയ്തു, നേഴ്സ് അറ്റംപ്റ്റ് ചെയ്തു, കിട്ടിയില്ല. മറ്റേ കയ്യിൽ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞ് കൊളാപ്സ് ആവുന്നത്. ഞങ്ങളുടെ തൊട്ട് മുമ്പ് വെച്ചാണ് കൊളാപ്സ് ആവുന്ന. ആ സെക്കൻഡ് തന്നെ അവരെ മാറ്റി ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ പ്രോട്ടോകോൾ വൈസ് എല്ലാ റിസസിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അഡ്രിനാലിൻ കൊടുക്കാൻ പോലും ഞങ്ങൾക്ക് പെട്ടെന്ന് ഈ ക്യാനിൽ ഇല്ലാത്തതുകൊണ്ട്, അതും വെയിനിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ്, അത് കൊടുക്കാൻ പോലും പെട്ടെന്ന് ക്യാനിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ സീനിയർ സിസ്റ്റർ ക്യാനിൽ ഇട്ടതിന് ശേഷം അഡ്രിനാലിൻ പോലും കൊടുക്കുന്നത്, ഈ ലൈഫ് സേവിങ് ഡ്രഗ് ആയ അഡ്രിനാലിൻ കൊടുക്കുന്നത് പോലും പിന്നീടാണ്, ഈ വെയിൻ കിട്ടിയതിന് ശേഷമാണ്. അതിലൊന്നും ഒരു ഡിലേ വന്നിട്ടില്ല എങ്കിൽ പോലും ആ കുഞ്ഞിൻ്റെ പിതാവ് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇഞ്ചക്ഷൻ എടുത്ത ഉടനെ ഓടിപ്പോയി. അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ക്യാനുല പോലും കുഞ്ഞിൻ്റെ കയ്യിലില്ല. ഇതെല്ലാം ഞങ്ങളുടെ സൈഡിൽ നിന്ന് എല്ലാത്തിനും തെളിവുകളുണ്ട്. CCTVയുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഉണ്ട്.